ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ആദ്യം തന്നെ വന്നിട്ട് കുട്ടികൾക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് കേട്ടോ നോക്കുന്നത്. അവർ നല്ല പോലെ വിശന്നിട്ടാണ് വരിക. അപ്പം ഞാൻ വാതിൽ തുറന്ന് ആദ്യം തന്നെ അതാ വിശന്ന് വന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ. അപ്പം ഞാൻ വാതിൽ തുറക്കണേ നോക്കി നിൽക്കുക വരും. അപ്പം ഞാൻ ആദ്യം തന്നെ അവർക്ക് കുറച്ച് കഴിക്കാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു. അത് കൊടുത്തിട്ടില്ലാച്ചെങ്കിൽ അവരത് കിട്ടുന്നവരവിടെ നിൽക്കും കേട്ടോ. പിന്നെ ചിലപ്പോൾ തൊള്ളടാനും തുടങ്ങും. പിന്നെ അതാ വന്ന് നോക്കുമ്പോൾ 2 നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾ കഴിക്കില്ല കേട്ടോ. പിന്നെ കുറച്ചിങ്ങനെ ക്ലീനായ പോലെ ഉണ്ടാവില്ല, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല. പിന്നെ ഞാൻ ഈ തപ്പിയും കൊണ്ടിരിക്കുന്നത് റവയാണ് കേട്ടോ. എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെയാണ് വെച്ചത്. പക്ഷേ അങ്ങനെ തിരഞ്ഞിട്ട് കിട്ടി കേട്ടോ. കുട്ടികളടുത്ത് പറഞ്ഞു വെച്ചാൽ വേഗം കിട്ടിയിട്ടുണ്ടാവും. അവരെല്ലാ സാധനം എവിടെ വെച്ചെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ടിലുകൾ തിരയുന്നുണ്ട്. പിന്നെ അതാ ഞാൻ പഴം എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പഴത്തിൻ്റെ തൊലി ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുക്കുന്നത് ഇത് കോഴികൾ തിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നത്, അല്ല ചെറുതായിട്ട് നുറുക്കുന്നത്. പിന്നെ അതാ റവ എടുത്തിട്ട് കുറച്ച് റവ ഉണ്ടായിരുന്നുള്ളൂ, അത് നല്ല പോലെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഇളക്കിയിട്ടാണ് അത് ഉടഞ്ഞ് കിട്ടിയത്. പിന്നെ അതിലേക്ക് റവ ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തേങ്ങയും കൂടി അതിക്കൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെയും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുകയാണ്. പിന്നെ മധുരത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. പഴത്തിൽ എന്തായാലും മധുരം ഉണ്ടല്ലോ, എന്നാലും ഒരു ശകലം മധുരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് സെറ്റായിട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചായയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചായക്കുള്ള വെള്ളം അടുപ്പത്ത്, പാലാണ് കേട്ടോ, പാൽ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, കഴുകി വെച്ചു കേട്ടോ. ഞാൻ ചായക്ക് വെള്ളം തികയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ആക്കി ഒഴിക്കുകയാണ് ചെയ്തത്. പിന്നെ അതാ പഞ്ചസാരയും ചായപ്പൊടിയും ഒരു കഷ്ണം ഏലക്കയൊക്കെ ഇട്ടിട്ട് ചായയും കൂടി റെഡിയാക്കി വയ്ക്കുകയാണ്. മോന് ചായ കുടിക്കില്ല കേട്ടോ, അതുകൊണ്ട് അവന് കുറച്ച് ബൂസ്റ്റാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ചായ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് അരിച്ചു വെച്ചു. പിന്നെ ആ ചായ വെച്ച പാത്രം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടു കേട്ടോ. രാവിലെ പാല് കാച്ചി വെച്ചതാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഒന്ന് കുതിർന്നാലാണ് വേഗം നമുക്ക് കഴുകാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചായ ഇതൊക്കെ ആയി. പിന്നെ ഇനിയുള്ള പരിപാടി ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ചെറിയ ബോളുകളാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കയ്യിലാക്കിയിട്ട് അതൊന്ന് ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണിത്. അപ്പോൾ അങ്ങനെ അതുമായി ചായയായി. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി അരി ആട്ടാണ്ട് കേട്ടോ. പിന്നെ കഴുകിയ പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കൈയോടെ ഒന്ന് എടുത്തേക്കും ചെയ്തു. ഇനിയുള്ള പണി അടിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ നേരെ വാതിലൊക്കെ അടച്ചിട്ട് പോണത് ഹാളും സിറ്റ് ഔട്ടൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് അടുക്കളയും കൂടി അടിച്ചു വരൽ കഴിഞ്ഞാൽ ആ പണിയും കഴിഞ്ഞു കേട്ടോ. കുട്ടികളില്ലാത്തതുകൊണ്ട് ഈ ഭാഗം മാത്രമേ ഞാൻ അടിച്ചു വരാറുള്ളൂ. അങ്ങനെ അടുക്കളയത്തെ അവിടെ കൂട്ടി വെച്ചിട്ട് പുറമൊക്കെ ഒന്ന് അടിച്ചു വരി മുറ എടുത്തിട്ട് വന്ന് അതൊന്ന് കോരി കളഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മെയിൻ പണി പറഞ്ഞാൽ തുണികൾ മടക്കി വയ്ക്കലാണ്. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് കുറച്ചൊക്കെ തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ തുണികൾ എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വേഗം ഒരു മഴയുണ്ട് ചാറിപ്പോയി. അപ്പോൾ കുറച്ച് തുണികൾ ഉണങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുപോയിട്ട് കേട്ടോ. എന്നാലും ഏകദേശമൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടൊരു നനവ് കണ്ടില്ല, കല്ലിലൊക്കെ വെറുതെ ഒന്ന് ചാറിപ്പോയി കണ്ടോ. പിന്നെ ഞാൻ വേഗം പോയെടുത്തിട്ട് ചൂലെടുത്ത് അടിച്ചു വരാൻ കൂടി നിന്നു. കുട്ടികൾ വരാനാവണേ ഉണ്ടായിരുന്നുള്ളൂ, വെയിൽ ആറിനേ ഉള്ളൂ കേട്ടോ. എന്നാലും ഞാൻ വെയിലില്ലാത്ത ഈ ഭാഗം അടിച്ചു വരി കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ സൈഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചെടികളും ചെറിയ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വെള്ള പൂക്കളില്ല, ചെറുത് അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടേക്ക് അടിച്ചു വരി. ഇനി അടിച്ചു വരൽ കഴിഞ്ഞിട്ട് കുട്ടികൾ വന്നാൽ ഒരു ചായ കുടിക്കലും കൂടിയും കഴിഞ്ഞാൽ പിന്നെ അവരെ കുളിയും കഴിഞ്ഞിട്ട് തുണികളെടുത്ത് പുഴയ്ക്ക് പോകുക. അത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പം അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.